പോരാട്ടച്ചൂടിലാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം. വികസന തുടർച്ചയ്ക്കായി ജനങ്ങളുടെ അംഗീകാരം കിട്ടുമെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് പറയുന്നു. മണ്ഡലത്തിൽ യുഡിഎഫിന് അനുകൂലമായ സാഹചര്യമാണെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പ്രതികരിച്ചു. എത്രത്തോളം എങ്ങനെയുണ്ട് പ്രചാരണം? പൊതുവെ നല്ല ചൂട് പിടിച്ച പ്രചാരണമാണ്. ഈ സമയത്തെക്കുറിച്ച് നിങ്ങൾക്കും അറിയാം, നിങ്ങളും അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഓടി നടന്ന് ആളുകളെ കണ്ട് വോട്ട് ചോദിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും? കാരണം നമുക്കറിയാം, വലിയ രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്നൊരു മണ്ഡലം കഴിഞ്ഞ തവണ കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പിടിച്ചതാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായി വെക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത്, ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാകണം. ആ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ എൻ്റെ ശബ്ദവും എൻ്റെ പ്രവർത്തനവും അതിൻ്റെ പിന്നിൽ കാണും. അതാണ് എൻ്റെ മുഖ്യമായ ലക്ഷ്യം. അത് നിരവധി കാര്യങ്ങളുണ്ട്. ഓരോന്നോരോന്ന് പറയാൻ തുടങ്ങിയാൽ ഒത്തിരി സമയമെടുക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നു. എന്തായാലും ഇനി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ പൂർത്തീകരണത്തിനപ്പുറത്തേക്ക് പുതിയ എന്തെങ്കിലും പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? അത് പൂർത്തീകരണത്തിനപ്പുറത്തേക്ക് പുതിയ പദ്ധതികൾ ഇവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് അവരോടൊപ്പം നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. അതല്ലാതെ ഒളിച്ചോട്ടം നടത്തുന്ന ആളല്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഈ നിയോജകമണ്ഡലത്തിൽ പൂർണ്ണമായി ഉണ്ടായിരുന്ന ഒരാളാണ്. MP എന്നുള്ള നിലയിൽ പാർലമെൻറ്റ് സമ്മേളനം കഴിച്ച് ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നത് ഇവർക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ്. കരുത്തരായ 2 സ്ഥാനാർത്ഥികളാണ്. ഒന്ന് കേന്ദ്രമന്ത്രിയാണ്. BJP വലിയ പ്രതീക്ഷ വെക്കുന്നൊരു മണ്ഡലമായിട്ടാണ് അവർ ആറ്റിങ്ങൽ കണക്ക് കൂട്ടുന്നത്. അവർക്ക് ആവശ്യം പോലെ പണമുണ്ടല്ലോ. പണം കൊണ്ടുവന്ന് ഒഴുക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ MLA എന്നുള്ള നിലയിൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറി മനസ്സിലായി, അവർക്കും ആവശ്യം പോലെ പണമുണ്ട്. ഇതില്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഫണ്ട് പോലും ഫ്രീസ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ അപകടത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആലോചനകൾ ബഹുമാനായ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുകയാണ്. പക്ഷേ ആ കാര്യത്തിലൊന്നും ബേജാറായി ഞങ്ങൾ പുറകോട്ട് പോയില്ല, ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം. ഒറ്റ കാര്യം കൂടി, എന്താണ് ജനങ്ങളോട് ഏറ്റവും അല്ല, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളോട് പറയാനുള്ളത്, ഞാനിവിടെ തുടങ്ങി വെച്ച കാര്യങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകണം. പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ പറയുന്നതനുസരിച്ച് അവരോടൊപ്പം നിന്നുകൊണ്ട് ശക്തമായ പോരാട്ടം നടത്തും.